വാവച്ചി? ആഹാ, മനസ്സിലായി ചേച്ചി. മനസ്സിലായല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായല്ലോ. അവർ ഡ്യൂട്ടി അടുത്ത് കണ്ടതല്ലേ? അല്ലെങ്കിൽ മുത്തൂച്ചി കൊണ്ട് പോകും എൻ്റെ പോത്തിനെ. ആണല്ലേ? മുത്തൂറ്റി അതിനകത്ത് പണയം വെച്ചിനാടാ? പണയം വെച്ചിനാ കാലഭൈരവൻ. എനിക്ക് അങ്ങനെ ഒരു കാലഭൈരവൻ, അത് നല്ല പേരാ. അതാരും അടിച്ചു മാറ്റില്ലേ? എനിക്കിട്ട് രാവിലെ ആരാ പണി തന്നെ കൊടുത്തു? നമ്മളെ ലൈജു. ലൈജു ലൈജു എന്താ വരാത്തത്? സി അടച്ചില്ല. ആണല്ലേ? കാലിന് ആളെ കൊണ്ടുപോക്ക് മാത്രമേ ഉള്ളൂ. സി ഒക്കെ അടക്കണ്ടേ വല്ലപ്പോഴും? അല്ലാതെ ഇങ്ങനെ പോത്തിനെ കൊണ്ടൊക്കെ നടന്നാൽ ശരിയാവോ? രാത്രിയിലെ ഫുഡ് ഇപ്പോൾ ആണോ ഉണ്ടാക്കുക? അല്ലടാ, ഫുഡൊക്കെ ആയി, ഉച്ചയ്ക്ക് ആയി. ഏട്ടൻ ഒറ്റ നേരം ആക്കി വെച്ചിട്ടുണ്ട്. അവർ കഴിക്കട്ടെ, എനിക്ക് വേണ്ട പറഞ്ഞു. അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് വന്നിട്ടുള്ള. എനിക്ക് പറ്റുന്നില്ല അവിടെ എന്നിട്ട് ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കിടന്നു. രാത്രിയിലെ ഫുഡ് ഇപ്പോൾ വൈകുണ്ഠം പോയോ? സുഖമാണോ? വൈകുണ്ഠം പോയോ? അതെ. വൈദു നീ പോയോടാ? വൈദു ഹായ് തന്നു, ലൈക്ക് അടിച്ചു, അങ്ങ് പോയിന്ന് തോന്നുന്നു കേട്ടോ അനുഷേട്ടാ. അപ്പം ചേച്ചി ഉച്ച കഴിച്ചില്ലേടാ? ഞാനേ എണീക്കുമ്പോൾ തന്നെ 8 മണിയായി. എണീറ്റപ്പാട് പിള്ളേരെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഇന്നേരം ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഇന്ന് ഉച്ചവരെ ഉള്ളൂ, ലീവിൻ്റെ ഒന്നും പറഞ്ഞു, ലീവ് ആണെങ്കിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ടീച്ചർ. അപ്പം വിചാരിച്ചെന്നാൽ വീഴണ്ട, മഴയല്ലേ, ഉച്ചവരെ ക്ലാസ് ഉണ്ടെങ്കിൽ ഉച്ചവരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞേനുവേ. അതുകൊണ്ട് പിന്നെ വിട്ടിട്ടില്ല സ്കൂളിൽ. അവിടെ അവരിവിടെ ഉണ്ടായിരുന്നു. പിന്നെ 5 പട്ടിയുണ്ട്. ഒന്നിനെ പിന്നെ കെട്ടലേ ഇല്ല, 4 കൂട്ടിലാണുള്ളത്. അപ്പോൾ അവർ 4 പേരെയും കുളിപ്പിച്ച് കൂടൊക്കെ വൃത്തിയാക്കി മുറ്റമൊക്കെ അടിച്ചു വാരി പിന്നെ അലക്കി. മഴ നനഞ്ഞ് കുറേ ഉണ്ടായിരുന്നു അലക്കാൻ. അപ്പോൾ അതൊക്കെ അലക്കിയെല്ലാം ആയപ്പോഴേക്കും ഞാൻ തന്നെ ഇല്ലാണ്ടായിപ്പോയി, അങ്ങനെയായിപ്പോയി, ക്ഷീണം പിടിച്ചു പോയി. അത് കഴിഞ്ഞ് 3 മണിയായി എൻ്റെ പുറത്തുള്ള പണി മൊത്തം കഴിഞ്ഞ് ഞാൻ അകത്ത് കയറിയപ്പം. എന്നിട്ട് പിന്നെ ചോറ് കഴിച്ചുകൊണ്ട് ആ സമയത്ത് ഞാൻ ലൈവ് ഇട്ടു. അത് പിന്നെ 6 മണി വരെ ലൈവ് ഇട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചു. ഇപ്പം പിള്ളേരോട് കുറച്ച് സമയം വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്ന് അവർക്ക് ഹോംവർക്ക് ട്യൂഷന് പോയ ബുക്കും ഇതൊക്കെ നോക്കി. ഇപ്പം ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ട് ഇരുന്നിട്ടാണ് കിടന്നു വന്നിട്ട്. അങ്ങനെയാടാ. ഉച്ചക്ക് 3 മണിയായി കഴിച്ചപ്പോൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രി വേണ്ടെന്ന് വെച്ചിരിക്കുക. കാലിൻ്റെ കണക്കുസ്തകം എന്താ പറഞ്ഞേ? ചിത്രഗുപ്തൻ കൊടുത്ത പൈസ കൊണ്ട് എലി ഫ്രൈ കഴിച്ച്. ആണല്ലേ എലി ഫ്രൈ ആണോ കഴിച്ചേ? ഞാൻ വിചാരിച്ചു മന്തി ആയിരിക്കും, ഗുലാഫായിരിക്കും. മിന്നലിന് മിന്നലേറ്റോ ദൈവത്തിനറിയാം. ഒരു ഹായ് തന്നിന് അപ്പാട് പോയി. ചേച്ചി എന്താ അബിക്കാൻ്റെ ലൈവിൽ വരാത്തെ? എടാ ഞാൻ വന്നില്ലേ ഇന്നലെ, 2 ദിവസം വരാണ്ടിരുന്നിട്ടുള്ളൂ. ഒരു ദിവസം ഞാൻ വരലുണ്ട്, വന്ന് ലൈക്ക് അടിക്കും, എല്ലാവരോടും ഹായ് പറയും. എനിക്ക് പക്ഷേ അതിൽ അസ്നു, സോനു, കണ്ണൂരുകാരൻ, ഷാൻ, നിങ്ങൾ 4 പേരെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനകത്ത് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വരാത്തതല്ല, വരലുണ്ട്. ഞാൻ വന്നാൽ അവൻ എന്നോട് മിണ്ടില്ല, എന്നെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഒരിക്കൽ. എന്തൊക്കെയോ അല്ല, നീ പറയണ്ട കേട്ടോ. അന്നത്തെ ആ ടൈം ഔട്ട് ചെയ്തിട്ടില്ലേ, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വരും, സംസാരിക്കും. ഞാനിപ്പം മന്തി കഴിച്ചു. ആണല്ലേ? ഞാൻ ഇതുവരെ മന്തി കഴിച്ചിട്ടടാ. മിന്നൽ ഇപ്പം ICUവിൽ ഹൈഡ്രജൻ കൊടുത്തിട്ടേക്കുക. അങ്ങനൊന്നും പറയല്ലേ പ്ലീസ്. നീ